ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ജയിലിൽ സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹൈക്കോടതി ഉത്തരവിടും. സത്യപ്രതിജ്ഞയ്ക്കായി താൽക്കാലിക വിട്ടയക്കൽ ആവശ്യപ്പെട്ടുള്ള ആർ. സുഗതന്റെ ഹർജി പരിഗണിച്ചാണ് നടപടി. ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതനെ സത്യപ്രതിജ്ഞയ്ക്കായി ജയിലിൽ ആവശ്യമായ സൗകര്യമൊരുക്കണം. അംഗീകൃത മാധ്യമപ്രവർത്തകരെ സത്യപ്രതിജ്ഞാ വേളയിൽ പ്രവേശിപ്പിക്കാം എന്നിങ്ങനെയാണ് സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹൈക്കോടതി ഉത്തരവിടും. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉൾപ്പെട്ട കേസുകളിലല്ലേ സുഗതനെതിരെ കാപ്പ ചുമത്തിയത്. അതിനാൽ തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയല്ലേ വേണ്ടതെന്ന് സർക്കാരിനോട് കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു. അസാധാരണമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു. മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് എല്ലാവരും കാണട്ടെ എന്നും കോടതി പറഞ്ഞു. അതിനിടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ ഉത്തരവിന്റെ പേരിൽ മതപരമായ വേർതിരിവുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചെന്ന് കോടതി വിമർശിച്ചു. ഓൺലൈൻ ചാനലുകളിൽ അത്തരം പ്രചരണമുണ്ടായത് അപകടകരമായ പ്രവണതയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ വെച്ചിരുന്ന സുഗതനെ താൽക്കാലികമായിട്ടാണെങ്കിലും പുറത്തുവിടാനാകില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. വിയൂർ സെൻട്രൽ ജയിലിലാണ് സുഗതനുള്ളത്. അവിടെയാണ് ജയിലധികൃതർ സത്യപ്രതിജ്ഞയ്ക്കായി സൗകര്യം ഒരുക്കേണ്ടത്. ജനം, കൊച്ചി.